ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് യൂണിവേഴ്സ് മെസ്സേജ് ആണ് കേട്ടോ. ഇന്നത്തേക്കുള്ള നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഒരു യൂണിവേഴ്സ് മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇന്നത്തെ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് യൂണിവേഴ്സ് മെസ്സേജ്, എന്താണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ്? ഫസ്റ്റത്തത് ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. സൺ കാർഡ് വന്നിട്ടുണ്ട്. ടു ഓഫ് സോട്ട്സ് ഇൻ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ടു ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. അഗെയിൻ സെയിം എനർജി. ഓക്കെ, ഇത്രയും കാർഡ്സ് നമുക്ക് ആദ്യം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് കാർഡ്സ് എടുക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഹൈ പ്രീസ്റ്റസ് കാർഡ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ കാർഡാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പവർ ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻഡ്യൂഷൻ ഉണ്ട്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാൻ പോവുകയാണ്. ഒരു ഫെമിനിൻ എനർജി ആവുക, ഡിവൈൻ ഫെമിനിൻ എനർജിയാണിത്. സോ നിങ്ങൾ കൂടുതലും ഫെമിനിൻ എനർജിയിലേക്ക് പോവുക. അതായത് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ട്, നിങ്ങൾ ആ ഇൻഡ്യൂഷൻ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിൽ കഴിവുകളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് കഴിവുകളുണ്ട്. സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ കണക്റ്റ് ആവാൻ പോവുകയാണ്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഓർ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം കൂടുതലും സ്പിരിച്വാലിറ്റിയിൽ കോൺസെൻട്രേറ്റഡ് ആവും എന്നുള്ളതാണ്. മനസ്സിലാക്കാം, ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് കൂടുതലായിട്ടും സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവും. ഒരു ഹൈ ലെവൽ എനർജിയിലേക്ക് നിങ്ങൾ ഇന്ന് മാറും എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഓരോ സംഭവത്തിനും ഇൻഡ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഉത്തരമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഉത്തരം കിട്ടും എന്നുള്ളതാണ്. ടു ഓഫ് സോട്ട്സ് ഇൻ എനർജിയും സൺ കാർഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺ കാർഡ് പറയുന്നത് മെഗെയിൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ്സിനെ കൊണ്ടുവരാൻ പോവുകയാണ്. പോസിറ്റിവിറ്റിയാണ് കാണുന്നത്. അതായത് ഓരോ കാര്യത്തിലും നിങ്ങൾ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പോവുകയാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളതിനെ വേഗം പോസിറ്റീവാക്കി എടുക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകും, പോസിറ്റീവാക്കി എടുക്കും നിങ്ങളുടെ ലൈഫിനെ എന്നാണ് കാണുന്നത്. ചിലപ്പം ഈ സ്പിരിച്വാലിറ്റി ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ, മീൻസ് മെഡിറ്റേഷൻ, സെൽഫ് ലവ് ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് നിങ്ങൾ ബെറ്ററായിട്ട് ചെയ്യും. എപ്പോഴും ചെയ്യുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിക്കുകയാണ്. അതായത് നിങ്ങൾക്കൊരു പുനർജന്മം സംഭവിക്കാൻ പോവുകയാണ്. ഇത്രയും നാളും നിങ്ങൾ ഉള്ളതുപോലെയല്ല, നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാവാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു സെലിബ്രേഷൻ, ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സെയിം സോളിനെ നിങ്ങൾ മീറ്റ് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അതിൽ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. ഒരു സക്സസ് ആണ് കേട്ടോ. ഓവറോൾ നോക്കുമ്പോൾ ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ടു ഓഫ് സോട്ട്സ് ഇൻ എനർജി നമുക്ക് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ കണ്ണേറുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് നെഗറ്റീവ് വൈബ്രേഷൻസ് കിട്ടുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങൾ സംസാരിക്കുന്ന രീതി വെച്ചിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അസൂയ കൊണ്ട് നിങ്ങളുടെ അടുത്ത് മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നതായിരിക്കാം. അപ്പോൾ എന്തൊക്കെയോ ഒരു ഡബിളായി പ്രസൻസ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു പ്രസൻസിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്കിങ്ങനെ ആവുന്നുണ്ട്,
നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണേർ കിട്ടുന്നുണ്ട് എന്നുള്ളത് സ്വയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിനൊരു റൈറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു ചോയ്സ് നിങ്ങൾ എടുക്കും. നിങ്ങളുടെ കൺഫ്യൂഷനെ നിങ്ങൾ മാറ്റും, നിങ്ങളെ പേടി നിങ്ങളെ മാറ്റും, നിങ്ങൾ വറി ചെയ്യുന്നത് മാറ്റും. നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കും, കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റി വെക്കും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ടാവും. അതായത് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുക, എക്സാമിന് നിങ്ങൾ പാസ്സാവുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ബ്ലോക്കേജുകൾ, നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ, കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലോക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ബ്ലോക്കൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും എല്ലാത്തിനും ഒരു റിസൾട്ട് കിട്ടാൻ ഡിലേ സംഭവിക്കുന്നുണ്ടാകും. അങ്ങനെ ഡിലേ സംഭവിക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ സംഭവിക്കുന്നതെന്ന്. അപ്പം അന്ന് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു മറ്റുള്ളവരുടെ കണ്ണേർ, മറ്റുള്ളവരുടെ അസൂയക്കണ്ണാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കേറാണ് നിങ്ങൾക്ക് പ്രശ്നമായി നിൽക്കുന്നത്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഡിസിഷൻ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾ നോ പറയണമെങ്കിൽ നോ പറയുക, അല്ലെങ്കിൽ ഇപ്പം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ എടുക്കും എന്നുള്ള രീതിയിലാണ്. കാരണം ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ എനർജി കൺഫ്യൂഷൻ മാറി ഡിസിഷൻ എടുക്കും എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, രാവിലെ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കിതപ്പ് വരുന്നത് കേട്ടോ. ഇനി 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. മനസ്സിലാക്കുക, നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. സോ അത് റൈറ്റാണ്. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ നിങ്ങൾക്ക് റൈറ്റാണ്. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ശരിയായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരുത്തണ്ട. അതായത് ഇപ്പം നമ്മളിവിടെ പറഞ്ഞു നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു ഡിസിഷൻ എടുക്കുമെന്നുള്ളത്. പക്ഷേ ഈ ഡിസിഷൻ എടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് പിന്നെയും ഒരു കൺഫ്യൂഷൻ വരും, അയ്യോ ഞാൻ എടുത്തത് ശരിയാണോ എന്നുള്ളത്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, കാരണം നിങ്ങൾ എടുക്കുന്നത് റൈറ്റ് ആയിരിക്കും. ഇന്ന് നിങ്ങൾക്കൊരു പ്രത്യേകം ഇൻഡ്യൂഷൻസ് ഉണ്ടാകും. നിങ്ങൾ കൂടുതലായിട്ടും ഇന്ന് സ്പിരിച്വാലിറ്റീൻ്റെ അടുത്ത് കണക്റ്റ് ആവും എന്നുള്ളതാണ്. അതായത് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഭയങ്കര സെൽഫ് ഡൗട്ട് അടിക്കുന്ന ആളുകളാണെങ്കിൽ അത് മാറ്റി വെക്കുക കേട്ടോ. സെൽഫ് ഡൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങളെ തന്നെ ഇങ്ങനെ എന്താ പറയുക, സംടൈംസ് നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നു, പിന്നെ നിങ്ങളെ തന്നെ താത്തിക്കിട്ടണം. അതായത് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുകയാണെങ്കിലും നിങ്ങൾ ആ കഴിവുകളെ താത്തി സംസാരിക്കുക. എനിക്ക് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എനിക്കതൊന്നും പറ്റില്ലല്ലോ, അങ്ങനെയുള്ള നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും നിങ്ങളെ തന്നെ ഒരു ഡൗട്ട് ചെയ്യുക, സെൽഫ് ഡൗട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് വരുത്തുക. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്ക് നല്ലതല്ല. കാരണം നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ മതി. ഓക്കെ, അതായത് നിങ്ങളെ തന്നെ പണിഷ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യത്തില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ തൃപ്തിപ്പെടുത്താനാണ് നിങ്ങളിത് ചെയ്യുന്നത്. അത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട കാര്യമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പം നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും, അപ്പം നിങ്ങളുടെ ഫ്രണ്ട് ചെയ്തൊരു തെറ്റ് അത് നിങ്ങൾക്ക് മനസ്സിലായി, ഫ്രണ്ട് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഫ്രണ്ടിനും അറിയാം ഫ്രണ്ട് തന്നെയാണ് ചെയ്തതെന്ന്. അപ്പം ഈ ഫ്രണ്ട് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തെറ്റ് നിങ്ങൾ ഏറ്റെടുക്കും. എന്നിട്ട് നിങ്ങൾ അവിടെ സൊല്യൂഷൻസ് കൊണ്ടുവരും. മനസ്സിലായോ? സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്താ പറയുക, സ്വയം പണിഷ് ചെയ്യുന്നതിന് സമമാണ്. അതായത് നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സെൽഫ് ലവ് ചെയ്യുന്ന ഒരാളും സെൽഫ് ലവ് വിട്ട് ആ ഒരു ലവ് വിട്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യവും ചെയ്യില്ല. മനസ്സിലായോ? അപ്പം പണിഷ്മെൻറ്റ് നിങ്ങൾ സ്വയം കൊടുക്കുന്നതിന് തുല്യമാണത്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങനെയുള്ളൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വഭാവം മാറ്റിവെക്കുക. ഓക്കെ, ഇഗ്നോർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് കളയാം. ഓക്കെ, അപ്പം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.